നമസ്കാരം. എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഉയർന്ന വാടക നിരക്കിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രവാസികൾ. ഖത്തറിൽ വാടക നിരക്ക് ഉയരുന്നതിനെ തുടർന്ന് പ്രാദേശിക ദിനപത്രം നടത്തിയ ഓൺലൈൻ സർവേയിലാണ് നിരവധി പ്രവാസികൾ ആശങ്ക പങ്കുവച്ച് രംഗത്തെത്തിയത്. താമസ യൂണിറ്റുകളുടെ വാടക ഉയരുന്നത് സംബന്ധിച്ച വാർത്തകൾ അധികരിച്ച സാഹചര്യത്തിലാണ് 2 ചോദ്യങ്ങളുമായി ദിനപത്രം സർവേ നടത്തിയത്. വാടക വർദ്ധിപ്പിച്ചത് അംഗീകരിക്കുന്നുണ്ടോ, നീതീകരിക്കാനാകുമോ എന്നും എത്ര ശതമാനം വാടക വർദ്ധിപ്പിച്ചെന്നുമായിരുന്നു സർവേയിലെ ചോദ്യങ്ങൾ. സർവേയിൽ പങ്കെടുത്തവരെല്ലാം തങ്ങളുടെ വാടക വർദ്ധിപ്പിച്ചത് വ്യക്തമാക്കുകയും 10 മുതൽ 40% വരെ വാടക വർദ്ധിപ്പിച്ചതായി സർവേയിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. 40 മുതൽ 45% വരെ വാടക വർദ്ധിപ്പിച്ച ചില സ്വകാര്യ കമ്പനികളുടെ പേരുകളും അഭിപ്രായം പ്രകടിപ്പിച്ചവർ സർവേയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സർവേയിൽ പങ്കെടുത്ത ഭൂരിഭാഗം ആളുകളും വാടക വർധനവ് ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്നും കുത്തനെ വർദ്ധിപ്പിച്ചത് നീതിയല്ലെന്നും അറിയിച്ചു. അധികൃതർ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും അവർ ആവശ്യപ്പെട്ടു. സർവേയിൽ പങ്കെടുത്ത ചിലർ 2 മാസം മുൻപ് വാടക കരാർ പുതുക്കിയപ്പോൾ 20% വർദ്ധിപ്പിച്ചതെന്നും എന്തുകൊണ്ടാണ് വർദ്ധിപ്പിച്ചതെന്ന ചോദ്യത്തിന് ഫിഫ ലോകകപ്പ് എന്നായിരുന്നു മറുപടിയെന്നും ശമ്പള വർധനവില്ലാതെ വാടക വർദ്ധിപ്പിക്കുന്നത് പ്രയാസമേറിയതാണെന്നും ഒരാൾ വ്യക്തമാക്കി. വാടക വർദ്ധിപ്പിച്ചത് ഫിഫ ലോകകപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണെന്നും അതിനുശേഷം വാടക നിരക്ക് സാധാരണഗതിയിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നതെന്നും ചിലർ അഭിപ്രായം രേഖപ്പെടുത്തി. വാടക വർദ്ധിപ്പിക്കുന്നതിൽ എന്ത് ന്യായീകരണമാണുള്ളത്? ലോകകപ്പിനെത്തുന്നവർക്ക് കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ താമസ യൂണിറ്റുകൾ നിർമ്മിച്ചിരിക്കെ നിരവധി സൗകര്യങ്ങൾ ലഭ്യമാണെന്നും ഈ സാഹചര്യത്തിൽ വാടക വർദ്ധിപ്പിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും സർവേയിൽ മറ്റൊരു താമസക്കാരൻ അഭിപ്രായപ്പെട്ടു. ശമ്പളം വർദ്ധിപ്പിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ചുരുക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ വാടക വർധന അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് ഒരാളുടെ അഭിപ്രായം. അതേസമയം ഖത്തറിലെ റിയൽ എസ്റ്റേറ്റ് വിപണി സാധാരണ നിലയിലാണെന്നും ലോകകപ്പ് ടൂർണമെന്റ് അവസാനിച്ച് അടുത്ത വർഷത്തോടെ വാടകയിൽ ക്രമേണ കുറവ് വരുത്തുമെന്നും റിയൽ എസ്റ്റേറ്റ് നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്താനായിരിക്കും റിയൽ എസ്റ്റേറ്റ് രംഗത്തെ നിക്ഷേപകരും കമ്പനികളും ശ്രമിക്കുകയെന്നും അവർ കൂടുതൽ ലാഭം ഉണ്ടാക്കുമെന്നും എന്നാൽ ടൂർണമെന്റിന് ശേഷം സാഹചര്യങ്ങൾ ഏറെ മാറുമെന്നും പരിപാടിയിൽ പങ്കെടുത്ത സെഞ്ചുറി 21 ചെയർമാൻ ഇബ്രാഹിം അൽമാന പറഞ്ഞു. ലോകകപ്പിന് ശേഷം ആവശ്യത്തെക്കാളേറെ വിതരണത്തിനുണ്ടാകുമെന്നും നിലവിലെ വാടക നിരക്ക് ഏറ്റവും ഉയർന്ന നിലയിലാണെന്നും അൽമാന വ്യക്തമാക്കി. എന്തായാലും ഇപ്പോഴത്തെ വാടക നിരക്ക് ഉയർന്നതു തന്നെയാണെന്നാണ് റിയൽ എസ്റ്റേറ്റ് നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. ഇത് കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ് സാധാരണക്കാരായ പ്രവാസികളെ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.